വേണ്ട, അപ്പൂപ്പന് വേണ്ടി ഒരു 5 പൈസ കൂടെ ഞാൻ തരില്ല ചേച്ചി. ജീവിച്ചിരുന്നപ്പോ അപ്പൂപ്പൻ നല്ലൊരാളായിരുന്നു ഞാൻ കേട്ടെ. മരിച്ചു കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് ഇത്രയും കാശ് ചെലവാക്കിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ കുഞ്ഞെ, ദേ കഥകിന്റെ മൂല മാങ്ങാ തോലി. അപ്പൂപ്പ എന്നെ അങ്ങ് പിടിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ. അല്ല അയ്യോ കുഞ്ഞെ, സംഗതി കുഴപ്പോ. സാരമില്ല, ഇങ്ങനെ കാശ് ചെലവാക്കുന്നതിനെക്കാട്ടും നല്ലതാ. അപ്പൊ കുഞ്ഞു ഉറപ്പിച്ചാ? ആ, ഉറപ്പിച്ചു. ഒന്നും വേണ്ടായിരുന്നു. മോളെ, നാളത്തെ പൂജയ്ക്കുള്ളതാ 2000. അടുത്ത ആഴ്ച തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഫിലിപ്പ് സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാ. എൻ്റെ മക്കളെ, ലോകപരിചയം ഉള്ളതുകൊണ്ട് പറയുന്നതാ, എന്തോ ഒരു ഒത്തുകളി നടക്കുന്നുണ്ട്. അതെ, പക്ഷെ എന്ത് ചെയ്യാൻ, നിന്നു കൊടുക്കേ നിവൃത്തിയുള്ളൂ. മനുഷ്യന് വിശ്വാസം വേണം. ദൈവകാര്യങ്ങളും നല്ലത് തന്നെ, പക്ഷേ ആ പേരിൽ ഒരു മുതലെടുപ്പ്, അത് എന്തായാലും ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ. അയ്യോ, വീണ്ടും എന്തോ പ്രശ്നം തുടങ്ങിയല്ലേ? എന്തോ ഒരു ഇത് മണക്കണം കേട്ടാ. ഞാനിവിടുന്ന് വല്ലതൊക്കെ പറഞ്ഞു. അമ്മാവാ, കണ്ടോ വീട്ടിലൊരു താളം തെറ്റല്? അയ്യോ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. അല്ല, പേടിക്കണ്ട. ഏത് ഒഴിയാത്ത ബാധയെ ഒഴിപ്പിക്കുന്ന ആളാണ് പൂജയ്ക്ക് എത്തിയിരിക്കുന്നത്. കണ്ട കണ്ട, വീട്ടില് ഭിന്നതകള് വർദ്ധിപ്പിക്കാൻ പോണതിന്റെ സൂചനകളാണ് ഇത്. എന്തു പറ്റി? അല്ല പിന്നെ ഞാൻ എന്തിനൂടെ നിക്കണത്? ഞാനും പോവും. ഇങ്ങോട്ടടുക്കി. അപ്പൊ മന്ത്രവാദി അപ്പൂപ്പ ഒഴിഞ്ഞെടുത്തോളം മതി. ഇനി അങ്ങ് വിട്ടേരെ. പിന്നെ ഒരു രസക്കേട് തുടങ്ങിയിട്ടുണ്ടല്ലേ? എനിക്കും തോന്നി. ആ, സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തണമെന്നല്ലേ വിവരമുള്ളവര് പറയണത്. നിർത്താനിപ്പോ എന്തുണ്ടായി? ഇപ്പൊ സ്വരം ഒരുമാതിരി ആയി തുടങ്ങി. നാളെ ഒരേ ഒരു വരവ്, ലാസ്റ്റ്. അതോടെ കംപ്ലീറ്റ് അങ്ങ് നിർത്തിക്കള. നാളെ വാ, കാണിച്ചു തരാം. ആഹാ, അയ്യോ, കാത്തിരിക്കായിരുന്നു. വരണം വന്നു. കണ്ടു കണ്ടു. ഇരുന്നാട്ടെ. ഒരു ചെറിയ പെരുമാറ്റം. എന്താ? അല്ല, ഒരു കാൽ പെരുമാറ്റം. നേരെ എനിക്കും തോന്നി. അയ്യോ, ചെറിയ പെരുമാറ്റമല്ല, സംഗതി വലിയ പെരുമാറ്റം തന്നെ, വലിയ പെരുമാറ്റം. ഏതായാലും നമുക്ക് പൂജകളെല്ലാം ഒന്നിനെ തുടങ്ങാം. അത് പിന്നെ ഞങ്ങളും തീരുമാനിച്ചിരിക്കുക. അയ്യോ, എന്തൊരു പൊരുത്തം, എന്തൊരു പൊരുത്തം. കുറച്ച് സംഭാരം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, കുറച്ചല്ല, ഇത്തിരി കൂടുതൽ കുടിക്കേണ്ടി വരും. അപ്പുറത്തേന്ന് ഇപ്പുറത്തേക്കുള്ള സഞ്ചാരം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ആ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിപ്പിക്കാനാ തീരുമാനം. ചെയ്യാം, അതിനും പണിയുണ്ട്. ഏറ്റു ശത്രുക്കളാണെന്ന് അറിയാം, അതിന്റെയും ചില വേലകൾ കയ്യിലുണ്ട്. ഓ ഓ, സത്യം പറഞ്ഞ ഇവിടെ നടന്നത് മുഴുവൻ അപ്പുറത്തെ കളികളാ. അവിടെ നിന്ന് ചിലരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞതാ. അയ്യോ, ഞാൻ പറയാത്തതേ, ഇനിയിപ്പോ ഞാൻ കാരണം ശത്രുത ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയാണ്. അത് ശരി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ പുകയിലത്തുണ്ട്, വെറ്റില, പാക്ക് ഒക്കെ ഞാൻ കണ്ടു. അതെന്തിനാ? ആത്മാക്കൾക്ക് വേണ്ടി, അവര് വരാൻ വേണ്ടി. സിഗരറ്റ് വലിക്കുന്ന ആത്മാക്കളില്ലേ? അല്ല, വെറ്റില മുറുക്കുന്ന ദോഷവാ. പുകയില അധികമായ വായ ക്യാൻസർ വരും. പിന്നെ ക്യാൻസറിന്റെ കളിയൊന്നും ആത്മാവിന്റെ അടുത്ത് നടക്കൂല. അതെ അതെ, കളികളെല്ലാം പാവപ്പെട്ട ഞങ്ങളോടല്ലേ ഉള്ളൂ. പക്ഷെ കളി കാര്യമാവാൻ പോവാ. മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. വ്യക്തമായിട്ട് മനസ്സിലായി. അല്ല, ഈ കമ്മീഷൻ ഏജന്റുമാർക്കേ കൊടുക്കുള്ളോ അതോ ആത്മാക്കൾക്കും കൊടുക്കൂ? മന്ത്രവാദി യക്ഷിയെ ഓടിക്കും, പക്ഷെ യക്ഷി മന്ത്രവാദിയെ ഓടിക്കുന്ന കണ്ടിട്ടുണ്ടോ?
തുടക്കം അവിവേകം കാണിക്കരുത്. അവിവേകത്തിനുള്ള ശിക്ഷ അത്യവിവേകമാണ്. ശരിയായ രീതിയിലുള്ള പൂജയും ഭക്തിയും മന്ത്രവാർത്തയും അടച്ചുപിടിച്ച് മനുഷ്യന് പേടിയുണ്ടാക്കി കമ്മീഷൻ അടിച്ച് തന്നെ ഇന്ന് ഞാൻ ബോംബെ മുട്ടായി കൊണ്ട്